ഗഗനോയിഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബാബു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എഫിഷ്യൻറ്റും പവർഫുള്ളുമായിട്ടുള്ള ഒരു ആൻറ്റി തെഫ്റ്റ് അലാറമാണ്. ഇതിനകത്ത് വളരെ കുറച്ച് കോമ്പോണൻസേ ഉള്ളൂ. 2 ട്രാൻസിസ്റ്ററും 4 റെസിസ്റ്ററും 1 LDRും പിന്നെ ഒരു ബസറും, ഇത്രയും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സാധനമുണ്ട്, ലേസർ. നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യുന്ന ലേസറാണ്. LDR ആണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ലൈറ്റിന് വേണ്ടി നമ്മൾ ലൈറ്റിൻ്റെ സോഴ്സായിട്ട് യൂസ് ചെയ്തേക്കുന്നത് ലേസറാണ്. അപ്പോൾ ലേസർ ആകുമ്പോൾ ഇതിൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്ററിന് മുകളിലുണ്ടാവും. ഇതെങ്ങനെയാണ് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാമേ. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടിരിക്കണേ. കാരണം എന്ന് വെച്ചാൽ ഇതാദ്യം ഞാൻ സർക്യൂട്ടിൽ അസംബിൾ ചെയ്തപ്പം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ നമുക്കൊരു യൂസബിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടായിട്ടല്ല വന്നത്. അതായത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അതിനകത്ത്. അപ്പോൾ അതിനെ ഫിക്സ് ചെയ്തുകൊണ്ട് ഞാൻ വേറെ ഒരു സർക്യൂട്ടും കൂടെ ചെയ്തു. ഒന്നുമില്ല, വേറെ 2 കമ്പോണൻസ് ഇതിനകത്ത് ആഡ് ചെയ്തപ്പം ആ പ്രോബ്ലം അങ്ങ് മാറി. ഞാൻ അതും അതിൻ്റെ സർക്യൂട്ട് എക്സ്പ്ലനേഷൻ എല്ലാം ഇതിനകത്ത് കൊടുത്തു. 2 സർക്യൂട്ടും കൊടുത്തിട്ടുണ്ട്. അതായത് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന സർക്യൂട്ടും പിന്നെ ആ ചേഞ്ചസ് 2 കമ്പോണൻറ്റ് ആഡ് ചെയ്തെന്ന് പറഞ്ഞില്ല, ആ കമ്പോണൻറ്റ് ആഡ് ചെയ്തതിൻ്റെ സർക്യൂട്ടും ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ടേ. നിങ്ങൾക്ക് ഈ സർക്യൂട്ട് വെച്ച് നിങ്ങളുടെ ഡോറിനെ സെക്യൂർ ചെയ്യാം. എല്ലാ ഡോറിനെ സെക്യൂർ, പക്ഷേ ഓരോ ഡോറിനും ഓരോ സർക്യൂട്ട് വേണേ. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റിനും ഒരു ഫെൻസ് പോലെ സെക്യൂർ ചെയ്യാം. അപ്പം ഫെൻസ് പോലെ സെക്യൂർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു സർക്യൂട്ട് മതി. കാരണം ലേസർ ആകുമ്പോൾ നല്ല ഹൈ ഡിസ്റ്റൻസ്, ഞാൻ പറഞ്ഞാൽ 2 കിലോമീറ്റർ 3 കിലോമീറ്റർ റേഞ്ചിലാണ് ഈ ലേസർ പോകുന്നത്. 3 കിലോമീറ്റർ അതിൻ്റെ അപ്പുറത്തോട്ട് പോകും. പക്ഷേ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ പറയുന്നത് 2 കിലോമീറ്റർ 3 കിലോമീറ്റർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വീടിൻ്റെ ചുറ്റിനും റിഫ്ലക്റ്റ് ചെയ്ത് വന്നാലും ഒരു പ്രശ്നവും വരില്ല അതിനകത്ത്. കാരണം അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറയോ എന്നുള്ള പേടിയൊന്നും വേണ്ട. പിന്നെ ഈ സെയിം സർക്യൂട്ട് തന്നെ നിങ്ങൾക്ക് സ്കൂളിലോ കോളേജിലോ ഉള്ള സയൻസ് ഫെയർ എക്സിബിഷന് അതും യൂസ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സർക്യൂട്ട് സിമ്പിൾ ആണെങ്കിലും പവർഫുള്ളാണ്. അതാണ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഡോട്ട് ബോർഡിൽ വേണമെങ്കിലും ഇതിനെ അസംബിൾ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് എളുപ്പത്തിന് മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനിത് ഡയറക്റ്റായിട്ട് പിന്നിൽ സോൾഡർ ചെയ്യുന്നത്. ഇതാണ് ലേസർ പെന്നെ. ഇത് ഓൾമോസ്റ്റ് എല്ലാ ഫാൻസി സ്റ്റോഴ്സിലും അവൈലബിൾ ആണ്. മാത്രമല്ല ടൂറിസ്റ്റ് സെൻറ്റേഴ്സ് ഇപ്പം ട്രിവാൻഡ്രത്താണെങ്കിൽ ശംഖുമുഖം, വേളി, അപ്പോൾ അങ്ങനത്തെയൊക്കെ സ്ഥലത്തൊക്കെ കൊച്ചു കടകളുണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ ഇത് അവൈലബിൾ ആണ്. 65 രൂപയേ ഉള്ളൂ. ഞാനിത് അവിടെ നിന്നാണ് വാങ്ങിച്ചത്. മാത്രമല്ല ഇത് ലേസറാണ്. ലേസറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഹൈലി കൊഹറൻ്റ് ആയിട്ടുള്ള ലൈറ്റ് സോഴ്സാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര റേഞ്ചിൽ കിട്ടും. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, അത് 1.1 mm 1-2 mm ഡയമീറ്ററേ ഉള്ളൂ ആ ലൈറ്റിന്. പക്ഷേ ക്യാമറയിൽ അത് വലുതായിട്ട് കാണുന്നത് എന്തെന്നറിയാം, ഇത് എവിടെയാണോ ലൈറ്റ് അടിക്കുന്നത് അവിടത്തെ ചുറ്റുപാടും ഇതാവും, ലൈറ്റ് ബ്രൈറ്റ് ആവും. ആ തൊടുന്ന ഭാഗം മാത്രമല്ല ചുറ്റിനും. അപ്പോൾ അതുകൊണ്ടാണ് ക്യാമറയിൽ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഇത്തിരി വലുതായിട്ട് തോന്നും. ആക്ച്വലി അത് 2 mm ഡയമീറ്ററേ ഉള്ളൂ.
ഇത് ലേസർ നേരിട്ട് കണ്ണിലടിക്കില്ല, അത് നമ്മുടെ കാഴ്ചയ്ക്ക് പ്രോബ്ലം വരും. അപ്പോൾ നമ്മൾ ഈ ലേസർ പെന്നിനെയാണ് ഒരു ലൈറ്റ് സോഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ലൈറ്റ് സോഴ്സ് ഒരു സ്ഥലത്ത് LDR മറ്റേ സ്ഥലത്ത് മറ്റേ സൈഡിൽ ലേസർ പെന്നും വെച്ച് ഈ ലൈറ്റിനെ നേരെ LDRൽ വീഴ്ത്തും. അതാണ് നമ്മുടെ ചെയ്യുന്ന ടെക്നിക്ക്. മാത്രമല്ല ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്. വളരെ സിമ്പിൾ സർക്യൂട്ടാണ്, ഒന്നുമില്ല. ഒരു PNP ട്രാൻസിസ്റ്ററും NPN ട്രാൻസിസ്റ്റർ യൂസ് ചെയ്തേക്കുന്നത് ബസറിനെ ഡ്രൈവ് ചെയ്യാനും, PNP ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുന്നത് LDRനെ സ്വിച്ച് ചെയ്യിക്കാനും വേണ്ടിയാണ്, LDR വെച്ച് സ്വിച്ച് ചെയ്യിക്കാനും വേണ്ടിയാണ്. ഇനി സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. വളരെ സിമ്പിളാണ്. LDRൽ ലേസർ പെൻ എന്നുള്ള ലൈറ്റ് വീഴുമ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് ഭയങ്കരമായിട്ടും കുറയുമ്പം ഇത് കൊടുത്തേക്കുന്ന ഒരു PNP ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലാണ്. PNP ട്രാൻസിസ്റ്ററിൻ്റെ ബേസിൽ ഒരു നെഗറ്റീവ് സപ്ലൈ ഉണ്ടെങ്കിലേ അവൻ ഓൺ ആവുകയുള്ളൂ. പക്ഷേ അതിന് പകരം നമ്മൾ LDRൻ്റെ ലോ റെസിസ്റ്റൻസ് വഴി ഒരു പോസിറ്റീവ് സപ്ലൈ കൊടുത്തേക്കണം. BC547 എപ്പോഴും ഓഫ് സ്റ്റേറ്റിലായിരിക്കും. അപ്പം BC547ൻ്റെ ബേസിൽ നോക്കിയോ നമ്മളൊരു 100K ആയിട്ട് നെഗറ്റീവ് കൊടുത്തിട്ടുണ്ട്. അത് കാരണം അതിനെ റിവേഴ്സ് ബയസിൽ നിർത്താൻ വേണ്ടി. എന്നിട്ട് നമ്മളിപ്പോൾ ലേസർ കട്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? 10K റെസിസ്റ്റർ വഴി BC557 ഓൺ ആവുകയും പോസിറ്റീവ് സപ്ലൈ BC547 കിട്ടുകയും LDDയും ബസറും സൗണ്ടിങ് ചെയ്യുകയും ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നോക്കിയാണ് ഈ സർക്യൂട്ട് യൂസ്ഫുൾ അല്ല. കാരണം വെച്ചാൽ നമ്മൾ ലേസറിനെ കട്ട് ചെയ്യുമ്പം സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാൻ പിന്നെയും ലൈറ്റ് വീഴുമ്പോൾ അപ്പം തന്നെ അങ്ങ് ഓഫ് ആവുന്നുണ്ട്. നമുക്ക് അങ്ങനെ ഒരു സർക്യൂട്ടല്ല വേണ്ടത്. നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് നേരം ഇങ്ങനെ കേട്ടോണ്ടേ ഇരിക്കണം സൗണ്ട്. നമുക്ക് ഈ സർക്യൂട്ടിനെ ഒന്നും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യാം. എന്നിട്ട് ഒരു കപ്പാസിറ്ററും ഒരു സീരീസ് റെസിസ്റ്ററും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ കട്ട് ചെയ്യുമ്പോൾ കപ്പാസിറ്റർ ചാർജ് ആവുകയും പിന്നെയും ലൈറ്റ് കണക്റ്റ് ആകുമ്പം ഈ കപ്പാസിറ്ററിൽ നിന്നുള്ള ചാർജ് ഉപയോഗിച്ച് ബസറിൻ്റെ ട്രാൻസിസ്റ്ററിനെ ഡ്രൈവ് ചെയ്യാൻ യൂസ് ചെയ്യുകയും ചെയ്യാം. ഞാൻ ആ സർക്യൂട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഫുൾ സ്കിമാറ്റിക്. അതിനകത്ത് ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് നമ്മൾ അഡീഷണലായിട്ട് ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇപ്പം ഇതിൻ്റെ ഔട്ട്പുട്ട് കട്ട് ചെയ്താലും സൗണ്ട് കേൾക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ലെങ്ത് എത്ര നേരം കേൾക്കുന്നുള്ളൂ അത് കൂട്ടാൻ വേണ്ടി നിങ്ങൾ ആ 2.2K ഇല്ലേ അത് 10K വരെ ആക്കാം. ഇല്ലെങ്കിൽ 470 MFT എന്നുള്ളത് കപ്പാസിറ്ററിൻ്റെ വാല്യൂ കൂട്ടിയാൽ ഇത് കൂടുതൽ നേരം നിൽക്കും. ഞാൻ ഇനി ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളും കൂടെ ഒന്ന് പറഞ്ഞു തരാം. ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ സിമ്പിളാണ്. ലേസർ ഡിസ്കണക്റ്റ് ആകുമ്പോൾ BC557 വഴി ഈ കപ്പാസിറ്റർ ചാർജ് ആവും. എന്നിട്ട് ലേസർ പിന്നെ കണക്റ്റ് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യും? ഈ കപ്പാസിറ്ററിലുള്ള ചാർജ് 2.2K വഴി ഡിസ്ചാർജ് ചെയ്ത് BC547 ഓൺ ചെയ്ത് നിർത്തും. അപ്പം കപ്പാസിറ്ററിൻ്റെ എത്രമാത്രം ചാർജ് ഉണ്ടോ അത്രയും നേരം ഇത് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി നിങ്ങൾക്ക് ഈ സൗണ്ട് കേട്ടോണ്ടിരിക്കുകയും നിങ്ങൾ റീസെറ്റ് ചെയ്യുന്നത് വരെ കേട്ടോണ്ടിരിക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഔട്ട്പുട്ട് സെക്ഷനിൽ ഒരു ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ യൂസ് ചെയ്യണേ. ഞാൻ ഒരു 555 വെച്ചുള്ള ഒരു സിമ്പിൾ ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടാണ് ഈ കാണിച്ചേക്കണത്. അപ്പം ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾ സൗണ്ട് LDR ലൈറ്റ് കട്ടാകുമ്പം ഇത് ഓൺ ആവുകയും അത് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും, സൗണ്ട് കേട്ടോണ്ടിരിക്കും. ഏത് വരെ നിങ്ങൾ ആ റീസെറ്റ് സ്വിച്ച് പ്രസ് ചെയ്യണത് വരെ. ഒരു ഡോറിനെ നമ്മൾ എങ്ങനെയാണ് ഈ ലേസർ ബീം വെച്ച് പ്രൊട്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെയാണ്. ഒരു കണ്ണാടി, മുഖം നോക്കണ
കണ്ണാടി. അത് വെച്ച് ഈ ലേസർ ലൈറ്റിനെ 45 ഡിഗ്രി ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്ത് നമുക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതിനകത്ത് ഉണ്ടാക്കാം. എന്നിട്ട് LDRൻ്റെ കൊണ്ട് അതിനെ എൻഡ് ചെയ്യിക്കും. കാരണം എത്ര ലെയർ വയ്ക്കുന്നോ അത്രയും ഹൈലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് നൂന്ന് കയറാൻ പറ്റൂലെന്ന്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ അപ്പുറത്തുള്ള ചെറിയ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. ദിസ് ഈസ് ഗഗനോയിഡ് സൈനിങ് ഓഫ്. അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് വരെ ചെറിയൊരു ഇടവേള.